കേരള PSCയുടെ KW ഓപ്പറേറ്റർ ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ടോപ്പിക്കിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സെക്കൻഡ് ഡിസ്കഷനാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത്. അപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 210/2007 ആദ്യത്തെ 25 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള 25 ക്വസ്റ്റ്യൻ്റെ ഡിസ്കഷനാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഷേപ്പ് ഓഫ് എ റിഫ്ലക്ടർ യൂസ്ഡ് ഇൻ ഓട്ടോമൊബൈൽ ഹെഡ് ലാമ്പ്. ഓക്കെ, അപ്പോൾ ഓട്ടോമൊബൈൽ ഹെഡ് ലാമ്പിൽ യൂസ് ചെയ്യുന്ന റിഫ്ലക്ടറിൻ്റെ ഷേപ്പാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഹൈപ്പർബോളിക്, സ്പെറിക്കൽ, പാരാബോളിക്, പ്ലെയിൻ. ഓക്കെ, അപ്പോൾ ഈ റിഫ്ലക്ടർ വയ്ക്കുന്നതുകൊണ്ടാണ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ലൈറ്റ് മുന്നിലേക്ക് നമുക്ക് ഓറിയൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് പാരാബോളിക് ഷേപ്പാണ്. ഓക്കെ, അപ്പോൾ ഈ റിഫ്ലക്ടറിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് പാരാബോളിക് ഷേപ്പാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഇനി അതേപോലെ റിഫ്ലക്ടർ നോർമലി നമ്മൾ സിൽവർ കളർ കൊണ്ട് പൂശിയിട്ടുണ്ടാവും. ഓക്കെ, സിൽവർ കളറ് ചെയ്തിട്ടുണ്ടാവും റിഫ്ലക്ടറിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബോൾ ബിയറിംഗ് ബോൾസ് ആർ സ്പേസ്ഡ് ബൈ. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ബിയറിംഗ് എന്ന് പറഞ്ഞാൽ? ഈ ബിയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൊട്ടേറ്റ് ചെയ്യുന്ന ഷാഫ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന എലമെൻറ്റിനെയാണ് നമ്മൾ ബിയറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ബിയറിങ്ങിൽ ഒരു ടൈപ്പ് ഓഫ് ബിയറിംഗ് ആണ് ബോൾ ബിയറിംഗ്. ഓക്കെ, ഇപ്പം നമ്മൾ ചെറിയ ഈ സൈക്കിളിൻ്റെ ഒക്കെ നോക്കുകയാണ്, സൈക്കിളിൻ്റെ ഒക്കെ ഹാൻഡിലിൽ ചെറിയ ബോൾസ് നമ്മൾ കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ബിയറിംഗ് എന്ന് പറയുന്നത് ഈ ബോൾ ബിയറിംഗ് ആണ്. ഓക്കെ, അപ്പം ഈ ബോൾ ബിയറിങ്ങിൽ ഈ അതിനകത്ത് ഉപയോഗിക്കുന്ന ബോളിനെ സ്പേസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഓക്കെ, ക്യാപ്പ്, കേജ്, റേസ്, കപ്പ്, ഇതിൽ ഏത് പാർട്ടാണ് ഈ ബോൾ ബിയറിങ്ങിലെ ബോളിനെ സ്പേസ് ചെയ്യുന്നത്? എന്നാൽ അതിനൊരു ഫിക്സഡ് പൊസിഷനിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്? ഓക്കെ, അപ്പോൾ ഈ ബോൾ ബിയറിങ്ങിൻ്റെ മറ്റൊരു പ്രത്യേകതയും കൂടെ പറഞ്ഞോട്ടെ. ബോൾ ബിയറിങ്ങിൽ ഫ്രിക്ഷൻ വളരെയധികം കുറവായിരിക്കും. കാര്യം പറഞ്ഞാൽ അവിടെ റോളിംഗ് മോഷനാണ് ഉള്ളത്. ബോൾസ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പോൾ അവിടെ ബോൾസ് ഉള്ളത് കൊണ്ട് റോളിംഗ് മോഷനാണ്, അതുകൊണ്ട് അവിടെ ഫ്രിക്ഷൻ വളരെയധികം കുറവായിരിക്കും. ബോൾ ബിയറിങ്ങിൻ്റെ മറ്റൊരു പേരാണ് ആൻറ്റി ഫ്രിക്ഷൻ ബിയറിങ്സ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഈ ബോൾസിനെ പ്രോപ്പറായിട്ട് സ്പേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കേജ് എന്ന് പറഞ്ഞൊരു പാർട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും അതിൻ്റെ പാർട്ടിനെ കുറിച്ച് ചെറിയൊരു ധാരണ ഉണ്ടാക്കി വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ കാണുന്നതാണ് റോളർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ശരിക്കും ആക്ച്വലി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ റൊട്ടേറ്റ് ചെയ്യുന്നൊരു പാർട്ട് എന്ന് പറഞ്ഞാൽ ഈ റോളറാണ്. ഓക്കെ, ഇതാണ് റോളർ. ഇനി ഈ റോളറിനെ ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ അവിടെ നിൽക്കേണ്ട പൊസിഷനിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? കേജ്. ഓക്കെ, ഇവിടെ കാട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ കേജിലാണ് ഓരോ കേജിൽ ഓരോ സ്ലോട്ട് ഉണ്ടാവും. ആ സ്ലോട്ടിലാണ് നമ്മൾ എന്ത് വെച്ചിരിക്കുന്നത്? നമ്മളുടെ ഈ ബോൾസ് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ റോളർ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ റോളറിൻ്റെ ടോപ്പ് പാർട്ടിനാണ് നമ്മൾ കപ്പ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ കപ്പ് ഇവിടെ ഓൾറെഡി ഓപ്ഷനിലുണ്ട്. അപ്പോൾ നോക്കുക, ഈ റോളറിൻ്റെ ടോപ്പിൽ വരുന്ന കവറിങ്ങിനാണ് നമ്മൾ കപ്പ് എന്ന് പറയുന്നത്. അതേപോലെ എൻ്റെ ബോട്ടം വരുന്ന പോർഷനാണ് നമ്മൾ കോൺ എന്ന് പറയുന്നത്. കണ്ടോ, ഈ ബോട്ടം വരുന്ന പോർഷനാണ് നമ്മൾ കോൺ എന്ന് പറയും. ഈ റോളറിൻ്റെ ടോപ്പിൽ വരുന്നതിനെ നമ്മൾ കപ്പ് എന്ന് പറയും. ഈ റോളറിനെ കണ്ടെയ്ൻ ചെയ്യുന്ന പാർട്ടിനാണ് നമ്മൾ കേജ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് റോളർ ഉള്ളത്. ഓക്കെ, റോൾ ചെയ്യുന്ന സംഭവം. ദെൻ കപ്പിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്, ഇത് കപ്പ് ലെങ്ത്, കപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഇത്രയും ഓർത്താൽ മതി. ഈ 3 പാർട്ടുകളാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. ഓക്കെ, ഇനി അത് ഇത് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ സൈഡിനുള്ള ഇത് ഈ ഒരു ബിയറിങ്ങിൻ്റെ സൈഡിനെയാണ് നമ്മൾ ഫേസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ കുറച്ചുകൂടെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത് നമ്മുടെ റോളർ. ഓക്കെ, അതിനെ കുറച്ച് എൻലാർജ് ചെയ്തൊരു വ്യൂ ആണ് നമ്മൾ കാണിക്കുന്നത്. ഈ റോളറിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഇത് കേജ്. ഇതിനെയാണ് നമ്മളിവിടെ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു കേജിൻ്റെ ഉള്ളിലാണ് റോളർ ഇരിക്കുന്നത്. ഈ റോളറിൻ്റെ ടോപ്പ് പാർട്ട് വരുന്നത് നമ്മൾ കപ്പെന്നും ബോട്ടം പാർട്ടിനെ കോണെന്നും പറയുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കേസസ് ഈ റോളർ ബിയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക. അപ്പം ഇതാണ് അതിൻ്റെ ഓരോ ഇമ്പോർട്ടൻറ്റ് പാർട്ടുകൾ. ഓക്കെ, ഇനി മറ്റൊരു കേസ് കൂടെ ഓർത്തിരിക്കേണ്ടത് നമ്മൾ പറഞ്ഞ ഇതായിരുന്നു. ബോൾ ബിയറിങ്ങിൻ്റെ മറ്റൊരു പേരാണ് എന്ത്? ആൻറ്റി ഫ്രിക്ഷണൽ ബിയറിംഗ് എന്ന് പറയുന്നത് ബോൾ ബിയറിംഗ് തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പർപ്പസ് ഓഫ് ഡൗൺവേർഡ് സ്വീപ്പ് ഗിവൺ ഓൺ സെൻട്രൽ പോർഷൻ ഓഫ് ദ ഫ്രണ്ട് ആക്സിൽ. ഓക്കെ, അപ്പോൾ ഫ്രണ്ട് ആക്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് വീൽസിന് തമ്മിൽ കണക്ട് ചെയ്യുന്ന മെയിൻ കമ്പോണൻ്റാണ് നമ്മൾ ഫ്രണ്ട് ആക്സിൽ എന്ന് പറയാം. ഓക്കെ,
അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പോൾ ഇതിൻ്റെ ഷേപ്പിനെ ബേസ് ചെയ്തുള്ള ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, ഫ്രണ്ട് ആക്സിലിൻ്റെ മിഡിൽ പാർട്ട് ശരിക്കും താഴേക്ക് ചെരിഞ്ഞിരിക്കാനുള്ള കാരണം എന്താണ്? ഓക്കെ, ടു റെഡ്യൂസ് ദ ചേസ് ഹൈറ്റ്, ടു ടേക്ക് ബെൻഡിങ് ലോഡ്, ഫോർ ഗുഡ് അപ്പിയറൻസ്, ടു റെഡ്യൂസ് ദ വെയ്റ്റ് ഓഫ് ദ ആക്സിൽ. ഓക്കെ, അപ്പം ഈ കാണുന്നതാണ് നമ്മുടെ ആക്സിൽ. ഓക്കെ, അപ്പോൾ ഇത് ഫ്രണ്ട് വീലാണ് കാണിച്ചിരിക്കുന്നത്. ഇത് ഒരു 2 വീൽസ്, ഇത് സ്റ്റിയറിംഗ് സിസ്റ്റമാണ്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റിയറിംഗ് സിസ്റ്റം ഇവിടെ വരുന്നുണ്ട്, സസ്പെൻഷൻ സിസ്റ്റം ഉണ്ട്, ദെൻ ഈ കാണുന്നതാണ് ആക്സിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ആക്സിലിനുണ്ടെന്ന് ഈ സെൻറ്റർ പോർഷൻ കുറച്ച് താന്നിട്ടാണ് ഉള്ളത്. ഓക്കെ, ഡൗൺവേർഡ് സ്വീപ്പ്. അപ്പോൾ ഇത് എന്തിനാണ് ആക്ച്വലി കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ആക്സിലിലേക്കാണ് ആക്ച്വലി നമ്മുടെ വെഹിക്കിളിൻ്റെ വെയിറ്റ്, ഇതിൻ്റെ മുകളിലേക്ക് വരുന്ന കംപ്ലീറ്റ് കൺസ്ട്രക്ഷനും ഇതിലേക്കാണ് നമ്മൾ ലോഡ് കൊടുക്കുന്നതൊക്കെ. ഓക്കെ, അപ്പോൾ ഇത് ഇച്ചിരി കുറച്ച് ഡൗൺവേർഡ് ആക്കി വെക്കാനുള്ള കാരണം ഈ ടോട്ടൽ ചേസസിൻ്റെ ഹൈറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ആക്ച്വലി ഈ സ്വീപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടു റെഡ്യൂസ് ദ ചേസസ് ഹൈറ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കുറച്ച് ഹൈറ്റ് കുറച്ച് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ചുകൂടെ എളുപ്പത്തിൽ കുറച്ചുകൂടെ എൻലാർജ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ നടുവശം നമ്മളിങ്ങനെ ഇങ്ങനെ കുറച്ച് താത്തി കൊടുക്കാനുള്ള കാരണം നമ്മുടെ സസ്പെൻഷൻ സിസ്റ്റം, അതേപോലെ ഫ്രെയിം. ഓക്കെ, ഇതാണ് വെഹിക്കിളിൻ്റെ ശരിക്ക് ടോപ്പ് പാർട്ട് വരുന്നത്, ഫ്രെയിം. ഈ ഫ്രെയിമിൻ്റെ ഇതെല്ലാം ഈ ആക്സിലേക്കാണ് വരുന്നത്. ഓക്കെ, സ്റ്റിയറിംഗ് സിസ്റ്റം ഇതെല്ലാം. അപ്പം ഇത് കുറച്ച് ഹൈറ്റ് കൂടിയിരുന്നു കഴിഞ്ഞാൽ ടോട്ടൽ വെഹിക്കിളിൻ്റെ ഹൈറ്റ് ഒന്നാകെ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ആ ഹൈറ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫ്രണ്ട് ആക്സിലിൻ്റെ മിഡിൽ പോർഷൻ നമ്മൾ താഴേക്ക് താത്തി കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ജസ്റ്റ് എൻ്റെ ഫങ്ഷൻസും കൂടെ ഓർത്തിരിക്കുക. ഫ്രണ്ട് വീൽസ് ഓഫ് ദ വെഹിക്കിൾസ് ആർ മൗണ്ടഡ് ഓൺ ഫ്രണ്ട് ആക്സിൽ. ഫ്രണ്ട് ആക്സിൽ ഈ 2 വെഹിക്കിൾ മെയിൻ പർപ്പസ് അതാണ്, ഈ വീലിനെ കണ്ടെയ്ൻ ചെയ്യുന്നു. ഇറ്റ് സപ്പോർട്ട് ദ വെയിറ്റ് ഓഫ് ദ ഫ്രണ്ട് പാർട്ട് ഓഫ് ദ വെഹിക്കിൾ. വെഹിക്കിളിൻ്റെ ഫ്രണ്ട് പാർട്ടിൻ്റെ വെയിറ്റ് മുഴുവൻ വരുന്നത് ആക്സിലിലേക്കാണ്. ഇറ്റ് ഫെസിലിറ്റേറ്റ് സ്റ്റിയറിംഗ്. ഓക്കെ, സ്റ്റിയറിംഗ് ആക്ഷൻ നടക്കുന്നത് ഈ ഫ്രണ്ട് ആക്സിൽ തന്നെയാണ്. ഇറ്റ് അബ്സോർബ് ദ ഷോക്സ് വിച്ച് ആർ ട്രാൻസ്മിറ്റഡ് ഡ്യൂ ടു റോഡ് സർഫസ് ഇറഗുലാരിറ്റി. ഹമ്പ്, കട്ടർ ഇങ്ങനെ വരുമ്പോൾ ഒക്കെ ഉള്ള ഷോക്കൊക്കെ അബ്സോർബ് ചെയ്യുന്നവിടെയാണ് ഈ, അതായത് സസ്പെൻഷൻ സിസ്റ്റം അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഇവിടെ തന്നെയാണ്, ഫ്രണ്ട് ആക്സിലാണ്. ഓക്കെ, ഇറ്റ് അബ്സോർബ്സ് ടോർക്ക് അപ്ലൈഡ് ഓൺ ഇറ്റ് ഡ്യൂ ടു ബാങ്കിങ് ഓഫ് വെഹിക്കിൾ. ഓക്കെ, അപ്പോൾ വെഹിക്കിൾ ചെരിയുമ്പോൾ ഉണ്ടാവുന്ന ടോർക്കൊക്കെ അബ്സോർബ് ചെയ്യുന്ന എവിടെയാണ്? ഈ ഫ്രണ്ട് ആക്സിൽ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നോർമലി ഈ ഫ്രണ്ട് ആക്സിലിൻ്റെ ഷേപ്പും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. ഒന്നെങ്കിൽ അതിനകത്ത് എച്ച് ഷേപ്പിലുള്ള ഷേപ്പ്, ക്രോസ് സെക്ഷൻ ഷേപ്പ് എച്ച് ആയിരിക്കും, അല്ലെങ്കിൽ ഐ സെക്ഷൻ ആയിരിക്കും. ഓക്കെ, ഐ സെക്ഷൻ ആയിരിക്കും നോർമലി കൺസ്ട്രക്ഷനിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ മിഡിൽ പോർഷൻ നമ്മൾ ഡൗൺവേർഡ് സ്വീപ്പ് ചെയ്യാനുള്ള കാരണം ടു റെഡ്യൂസ് ദ ചേസസ് ഹൈറ്റ്. ഓക്കെ, ചേസസ് ഹൈറ്റ് അല്ലെങ്കിൽ വെഹിക്കിളിൻ്റെ ടോട്ടൽ ഹൈറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രണ്ട് ആക്സലിൻ്റെ മിഡിൽ പോർഷൻ സ്വീപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. Then the main parts of a screwdriver are handle, tip and മൂന്നാമത്തെ പാർട്ട് അതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ബീം, ടാങ്ക്, ബ്ലേഡ്, ഷാങ്ക്. The main parts of a screwdriver are handle, tip and blade, beam, tank, blade, shank. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ജസ്റ്റ് ഇതിൻ്റെ മെയിൻ പാർട്സിലേക്ക് ഒന്ന് നോക്കാം. ഓക്കെ, ടിപ്പ്. ഓക്കെ, അപ്പോൾ ടിപ്പ് ഉണ്ടാവും. ഓക്കെ, ടിപ്പ്, ഹാൻഡിൽ, ഷാങ്ക്, ബ്ലേഡ്. ഇത്രയാണ് ആക്ച്വലി ഇതിൻ്റെ സ്ക്രൂ ഡ്രൈവറിൻ്റെ പാർട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ ഏതൊക്കെ വന്നിട്ടുണ്ട്? ഓൾറെഡി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടിരിക്കുന്നത് ടിപ്പ് പറഞ്ഞിട്ടുണ്ട്, ഹാൻഡിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദെൻ അതിൻ്റെ മെയിൻ പാർട്സായിട്ട്, പ്രൈമറി മെയിൻ പാർട്സായിട്ട് വരുന്നത് ഷാങ്കാണ്. ഓക്കെ, ഈ ബ്ലേഡിൻ്റെ തന്നെ ടിപ്പാണ് നമ്മൾ ടിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ബ്ലേഡിൻ്റെ തന്നെ എൻഡ് പാർട്ടാണ് നമ്മൾ ടിപ്പ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ ആക്ച്വലി ഇനിയിപ്പോൾ ഇവിടെ ഷാങ്ക് ഇല്ല, വേറെ എന്തെങ്കിലും വന്നിരിക്കുന്നതെങ്കിൽ ബ്ലേഡ് മെയിൻ പാർട്ട് തന്നെയാണ്. ബട്ട് ഇവിടെ ടിപ്പ് ഓൾറെഡി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നുണ്ട്. ഹാൻഡിൽ, ടിപ്പ് ആൻഡ് ദെൻ അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പാർട്ടായിട്ട് വരുന്നത് ഷാങ്കാണ്. ഓക്കെ, അപ്പോൾ അത് ഇവിടെ ബ്ലേഡും ഷാങ്കും അതിൻ്റെ പാർട്ട് തന്നെയല്ലേ നമ്മൾ ചോദിക്കും. ബട്ട് ഇവിടെ ടിപ്പ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഷാങ്ക് ആണ് മെയിൻ പാർട്ടായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ബ്ലേഡ് അതിനകത്ത് ഇൻക്ലൂഡഡ് ആണെന്നുള്ള രീതിയിലാണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറഞ്ഞാൽ ഷാങ്ക് ആണ്. ദെൻ യൂണിവേഴ്സൽ സർഫസ് ഗേജ് ഈസ് യൂസ്ഡ് ഫോർ. ഇപ്പോൾ ഒരു ഡിവൈസാണ്, അപ്പോൾ അതിൻ്റെ അപ്ലിക്കേഷനാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ലേ ഔട്ട് വർക്ക് ആൻഡ് ഇൻസ്പെക്ഷൻ,
ചെക്കിങ് സ്ട്രെയിറ്റ്നെസ്, ചെക്കിങ് ഫ്ലാറ്റ്നെസ്, ചെക്കിങ് പാരലലിസം. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സൽ സർഫസ് ഗേജ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാണ് യൂണിവേഴ്സൽ സർഫസ് ഗേജ്. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സൽ സർഫസ് ഗേജ് നമ്മൾ നോർമലി ഇൻസ്പെക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ മെയിൻ പാർട്സ് ഒക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, മെയിൻ പാർട്സ് ഒന്ന് സ്നഗ്. ഓക്കെ, സ്നഗ്, ഒരു ക്ലാമ്പിംഗ് നട്ട് ഉണ്ട്, സ്ക്രൈബർ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ മാർക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ വെക്കുന്നതാണ് സ്ക്രൈബർ. ഓക്കെ, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഹൈറ്റ് ഫിക്സ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ക്രൈബർ യൂസ് ചെയ്യുന്നത്. ദെൻ അതൊരു സ്പിൻഡിലാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബേസിൽ ഒരു വി ഗ്രൂ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തിനാണ് ആ വി ഗ്രൂ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്? സിലിണ്ട്രിക്കൽ സർഫസിൽ ഈ ഗേജ് വെക്കാൻ വേണ്ടിയിട്ടാണ്, യൂണിവേഴ്സൽ സർഫസ് ഗേജ് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു വി ഗ്രൂ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, എവിടെ വെക്കാൻ വേണ്ടിയിട്ടാണ്? സിലിണ്ട്രിക്കൽ സർഫസിൽ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കാം. അപ്പോൾ ഇതിൽ ഈ ഒരു പാർട്ട്, അതായത് നമ്മുടെ ഈ സ്പിൻഡിലിന് നമുക്ക് ഫോർവേഡ് ബാക്ക്വേഡ് രണ്ട് സൈഡിലേക്ക് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതായത് ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് സ്ക്രൂ. ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് നമുക്കിതിനെ ഫോർവേഡ് ബാക്ക്വേഡ് ഇങ്ങനെ അങ്ങോട്ട് രണ്ട് ഡയറക്ഷനിലേക്ക് മാറ്റാം. അതുപോലെ ഈ സ്ക്രൈബറിനെ നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ ഇൻക്ലൈൻഡ് ആയിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വെക്കാൻ പറ്റുന്നതാണ് ക്ലാമ്പിംഗ് നട്ട് ഉപയോഗിച്ചുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത കേസ് ഉണ്ട് സ്നഗ് എന്ന് പറഞ്ഞൊരു പാർട്ട്. ഇതൊക്കെ ഏതിൻ്റെ പാർട്സ് ആണെന്നുള്ള രീതിയിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഇവിടെ എന്തിനാണ് വി ഗ്രൂ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ്? ആക്ച്വലി അതങ്ങനെ വെച്ചിരിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലിണ്ട്രിക്കൽ സർഫസിലും ഇത് മൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ആക്ച്വലി യൂണിവേഴ്സൽ സർഫസ് ഗേജിൻ്റെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, അപ്പോൾ അതിലെ ഓരോ പാർട്ടൊന്ന് ഓർക്കുക. ബേസ്, അതിൻ്റെ ബേസ് ഈസ് മെയ്ഡ് ഓഫ് സ്റ്റീൽ ഓർ കാസ്റ്റ് അയൺ കൊണ്ടാണ് ഇതിൻ്റെ ബേസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ദെൻ വി ഗ്രൂ അറ്റ് ദ ബോട്ടം നമ്മൾ കൊടുത്തിട്ടുണ്ട്. വി ഗ്രൂസ് ഹെൽപ്പ് ടു സീറ്റ് ഓൺ സർക്കുലാർ വർക്ക് അല്ലെങ്കിൽ സിലിണ്ട്രിക്കൽ വർക്കിലാണ്. ഓക്കെ, ദെൻ ഇറ്റ് ഗൈഡ് പിൻസ് ഫിറ്റ് അറ്റ് ദ ബേസ് ആർ ഹെൽപ്ഫുൾ ഫോർ സ്ക്രൈബിംഗ് ലൈൻസ് ഫ്രം എനി ഡാറ്റ മെഡ്ജ്. അതിനാണ് നമ്മൾ ഗൈഡ് പിൻസ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ദെൻ റോക്കറാം ഈസ് അറ്റാച്ച്ഡ് ടു ദ ബേസ് അലോങ് വിത്ത് സ്പ്രിംഗ് ആൻഡ് ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് സ്പ്രിംഗ്. ദിസ് ഈസ് യൂസ്ഡ് ഫോർ ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ്സ്. ഓക്കെ, ചെറിയ മൈന്യൂട്ടായിട്ടുള്ള മെഷർമെൻറ്റിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്തത്. ഓക്കെ, ദെൻ സ്പിൻഡിൽ ഈസ് അറ്റാച്ച്ഡ് ടു ദ റോക്കറാം. സ്പിൻഡിൽ റോക്കറാമുമായിട്ടാണ് അറ്റാച്ച് ചെയ്തത്. ദെൻ സ്ക്രൈബർ ക്യാൻ ബി ക്ലാംപ്ഡ് അറ്റ് എനി പൊസിഷൻ ഓൺ ദ സ്പിൻഡിൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്നഗ്. അപ്പോൾ ഈ സ്നഗ് ആൻഡ് ക്ലാമ്പിംഗ് നട്ടാണ് ആക്ച്വലി സ്ക്രൈബറിനെ ഡിഫറെൻറ്റ് പൊസിഷനിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഏതാണ്? സ്നഗ് ആൻഡ് ക്ലാമ്പിംഗ് നട്ട്. മറക്കരുത്, ആ ഒരു പാർട്ട് ഏതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്? യൂണിവേഴ്സൽ സർഫസ് ഗേജുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ഓക്കെ, ദെൻ ദ അപ്ലിക്കേഷൻ ഓർ യൂസേജ് ഓഫ് ദ യൂണിവേഴ്സൽ സർഫസ് ഗേജ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ലേ ഔട്ട് ഓഫ് ദ വർക്ക് ആൻഡ് ഇൻസ്പെക്ഷൻ. അപ്പോൾ ഈ ഇൻസ്പെക്ഷൻ ലേ ഔട്ട് ചെക്കിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ യൂണിവേഴ്സൽ സർഫസ് ഗേജ് നമ്മൾ നോർമലി ചൂസ് ചെയ്യുക. ഓക്കെ, next question, the measure of resistance to flow of oil is known as. നമ്മൾ ലൂബ്രിക്കേഷൻ ഓയിലിൻ്റെ കേസിൽ ക്ലാസ് എടുത്തിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ് എന്താണ് ഫ്ലോയ്ക്ക് റെസിസ്റ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടി. ഓയിൽനെസ്, സ്പെസിഫിക് ഹീറ്റ്, വോളറ്റിലിറ്റി, വിസ്കോസിറ്റി. ഓക്കെ, ഇവിടെ ആൻസർ എന്ന് പറഞ്ഞാൽ വിസ്കോസിറ്റി ആണ് ഈ ഫ്ലോ ചെയ്യുന്നതിന് ഒപ്പോസ് ചെയ്യുന്ന റെസിസ്റ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ വിസ്കോസിറ്റി ആണ്. വോളറ്റിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വേപ്പറൈസ് ചെയ്യാനുള്ള പ്രോപ്പർട്ടിയാണ് വോളറ്റിലിറ്റി എന്ന് പറയുന്നത്. സ്പെസിഫിക് ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? യൂണിറ്റ് ടെമ്പറേച്ചർ റൈസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഹീറ്റാണ്. ഓക്കെ, യൂണിറ്റ് കിലോഗ്രാം, 1 കിലോഗ്രാം ഓയിലിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് കൂട്ടാൻ വേണ്ടി നമ്മൾ എത്ര ഹീറ്റ് കൊടുക്കണം, അതിനാണ് നമ്മൾ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഓയിനെസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ വെറ്റ് ചെയ്യാനുള്ള, ഒരു സർഫസിനെ വെറ്റാക്കാനുള്ള പ്രോപ്പർട്ടിക്കാണ് ഓയിനെസ് എന്നുകൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ റെസിസ്റ്റൻസ് ടു ഫ്ലോ എന്ന് പറയുന്നത് വിസ്കോസിറ്റിയാണ്. ഓക്കെ, അപ്പോൾ നോർമലി നമുക്കറിയാം ഈ SI 40, SI 50, SI 80, SI 140 എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പറയാം. ഓക്കെ, അപ്പോൾ SIയുടെ നമ്പർ കൂടുന്നതനുസരിച്ച്, SAE നമ്പർ കൂടുന്നതനുസരിച്ച്, ഓക്കെ, SI നമ്പർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് വിസ്കോസിറ്റി ഇൻക്രീസ് ചെയ്യും. മറക്കരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, SI നമ്പർ കൂടുന്നതനുസരിച്ച് വിസ്കോസിറ്റിയുടെ വാല്യൂം കൂടിക്കൊണ്ടിരിക്കും. ദ സൈസ് ഓഫ് എ വൈസ് മീൻസ്. ഓക്കെ, ഇപ്പോൾ ബെഞ്ച് വൈസ് ഡിഫറെൻറ്റ് വൈസസ് ഉണ്ട്, നമ്മൾ വർക്ക്ഷോപ്പിൽ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു വൈസിൻ്റെ സൈസ് നമ്മൾ എങ്ങനെയാണ്, എന്തിൻ്റെ ഇതിലാണ് നമ്മൾ സൈസ് സ്പെസിഫൈ ചെയ്യുന്നതാണ്. ഓക്കെ, ടോട്ടൽ വെയിറ്റ് ഓഫ് ദ വൈസ്, വിഡ്ത്ത് ഓഫ്
its jaws, maximum distance between the jaws, thickness of its jaws. ഓക്കെ, അപ്പോൾ അത് വിഡ്ത്ത് ഓഫ് ജോയ് ആണ്. ഒരു വൈസ് എടുത്തു കഴിഞ്ഞാൽ വൈസിൻ്റെ സൈസ് അല്ലെങ്കിൽ അതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ വിഡ്ത്ത് ഓഫ് ദ ജോയ് ആണ്. ഓക്കെ, ജോ സൈസ് കൂടുന്നതനുസരിച്ച് ഈ വൈസിൻ്റെ കപ്പാസിറ്റി മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ അതിന് ജസ്റ്റ് നമുക്ക് വൈസിൻ്റെ ഓരോ പാർട്സ് ഒന്ന് ജസ്റ്റ് നോക്കാം, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഒരു സ്ലൈഡിങ് ജോയ് ഉണ്ട്, ദെൻ സ്റ്റേഷനറി ജോ, അത് ഫിക്സഡ് പൊസിഷൻ ആണ്, അത് ഈ ബോഡിയിലേക്ക് ഡയറക്റ്റ്ലി ഫിക്സ് ചെയ്തിട്ടുണ്ടാവും, സ്റ്റേഷനറി ജോ എന്ന് പറയും. ദെൻ ഒരു സ്ലൈഡ് ഉണ്ടാവും, അപ്പോൾ സ്ലൈഡിങ് ജോ ഇതിലിങ്ങനെ പോകും. അതിനെ സ്ലൈഡ് ചെയ്യിക്കാൻ വേണ്ടി നമ്മളൊരു ഹാൻഡിൽ അതിൽ വിത്ത് സ്ക്രൂ അറേഞ്ച്മെൻ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ജോ വിഡ്ത്ത് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഈ ജോ വിഡ്ത്ത് മാറുന്നതനുസരിച്ച് ഈ വൈസിൻ്റെ സ്പെസിഫിക്കേഷൻ മാറും. ഓക്കെ, അപ്പോൾ നമ്മൾ ആക്ച്വലി അതിൻ്റെ സൈസ് പറയുന്നത് ഒരു വൈസിൻ്റെ സൈസ് പറയുന്നത് എന്തിൻ്റെ ബേസിലാണ്? ജോ വിഡ്ത്തിൻ്റെ ബേസിലാണ് നമ്മൾ പറയുക. ഓക്കെ, then the hammers are classified according to the shape of the pin, head, face, eye. നമുക്ക് ആദ്യമേ തന്നെ ഒരു ഹാമറിന് ഡിഫറെൻറ്റ് പാർട്ടുകൾ നോക്കാം. ഓക്കെ, ഈ കാണുന്നതാണ് ഹാമറിൻ്റെ ഹെഡ് എന്ന് പറയുന്നത്. അതിൻ്റെ ടോപ്പിൽ വരുന്ന പാർട്ടിന് നമ്മൾ ഹാമറിൻ്റെ പീൻ ഓർ ക്ലോ എന്ന് പറയും. ഓക്കെ, ദെൻ നെക്ക് എന്ന് പറഞ്ഞ പോർഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ദെൻ ഫേസ്, ഇവിടെയാണ് നമ്മൾ ആക്ച്വലി എന്ത് ചെയ്യുന്നത്, ഈ ഫേസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫേസിൻ്റെ പാർട്ടിലാണ് നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നത്. ഓക്കെ, പാർട്സ് എന്ന് പറയും. ദെൻ ഐ, ചീക്ക്, ഈ ഒരു പാർട്ട് നമ്മൾ ചീക്ക് എന്ന് പറയും. ദെൻ ഹാൻഡിൽ നമ്മൾ ഗ്രിപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഈ പീൻ്റെ ഷേപ്പ്, അതായത് പീൻ എന്ന് പറയുന്ന പോർഷൻ്റെ ഷേപ്പിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഹാമേഴ്സിനെ ആക്ച്വലി ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഉണ്ട്. ക്രോസ് പീൻ ഹാമർ ഉണ്ട്, സ്ട്രെയിറ്റ് പീൻ ഹാമർ ഉണ്ട്, ബോൾ പീൻ ഹാമർ ഉണ്ട്. അപ്പോൾ പീൻ്റെ ഷേപ്പ് എങ്ങനെയാണ്? ഓക്കെ, ക്രോസ് പീൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ക്രോസ് ആയിട്ട് വരുന്ന രീതിയിലായിരിക്കും അതിൻ്റെ പീൻ ഉണ്ടാവുക. ദെൻ സ്ട്രെയിറ്റ് പീൻ ഹാമറാണ് ഈ കാട്ടിയിരിക്കുന്നത്. ദെൻ അതുപോലെ ബോൾ പീൻ ഹാമറാണ് അതിൻ്റെ പോർഷൻ, ടോപ്പ് പോർഷൻ എന്തായിരിക്കും, ബോളായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇതാണ് ഡബിൾ ഫേസ് വരുന്ന എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റാണ്. പി എന്ന് പറഞ്ഞ പാർട്ട് രണ്ടും ഫ്ലാറ്റാണ്. ഇതിന് നമ്മൾ ഡബിൾ ഫേസ് ഹാമർ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഹാമറിനെ നമ്മൾ ആക്ച്വലി ക്ലാസിഫൈ ചെയ്യുന്നത് അതിൻ്റെ പീൻ്റെ ഷേപ്പിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഓക്കെ, ഹാമേഴ്സ് ആർ ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ദി ഷേപ്പ് ഓഫ് ദ പീ. Then hacksaw blade cut during return stroke, all stroke, forward stroke, alternate forward stroke. അപ്പോൾ ആക്ച്വലി എൻ്റെ ആൻസർ ഫോർവേഡ് സ്ട്രോക്ക് ആണ്. അപ്പം ഹാക്സോ ഇപ്പോൾ കാണുന്നതാണ് ഹാക്സോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഹാക്സോയുടെ പാർട്സുകളൊന്നും അറിഞ്ഞിരിക്കുക. ഓക്കെ, ഹാക്സോയ്ക്ക് ഒരു ഹാൻഡിലുണ്ട്, ദെൻ അഡ്ജസ്റ്റിംഗ് സ്ക്രൂ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ദെൻ സ്റ്റഡ് എന്ന് പറഞ്ഞാൽ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, 2 സ്റ്റഡ് ഉണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഹാക്സോയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു എൻഡിലെ സ്റ്റഡ് എന്ന് പറഞ്ഞാൽ വിങ് നട്ട് അഡ്ജസ്റ്റർ ആണ്. വിങ് നട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഹാക്സോയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന നട്ട് എന്ന് പറയുന്നത് എന്താണ്, വിങ് നട്ടാണ്. ഓക്കെ, ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ദെൻ ഈ ഹാക്സോയുടെ ബ്ലേഡിൻ്റെ ഒരു എൻലാർജ് വ്യൂ ആണ് ഇവിടെ കാട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫേസിലാണ് ആക്ച്വലി കട്ട് എടുക്കുക. അപ്പോൾ ഫോർവേഡ് വരുമ്പോഴാണ് ഇത് ശരിക്കും നമ്മുടെ മെറ്റൽ അല്ലെങ്കിൽ വുഡുമായിട്ടൊക്കെ, മെറ്റൽ അല്ലെങ്കിൽ ഏതാണോ നമ്മൾ കട്ട് ചെയ്യണം അതുമായിട്ട് കോണ്ടാക്ട് വരുന്ന ഈ ഒരു ഫേസ് ആണ്. ഓക്കെ, ടൂത്ത് ഫേസ്. ഓക്കെ, കട്ടിങ് എഡ്ജ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഫോർവേഡ് സ്ട്രോക്കിൽ മാത്രമാണ് എന്ത് ചെയ്യുക, ഇത് കട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് അറിയാൻ ഈ ഒരു ഫിഗറിൻ്റെ ഒരു ഇത് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ദെൻ ഗല്ലറ്റ് ഡെപ്ത് എന്ന് പറഞ്ഞ ഡെപ്ത് പറയുന്നത് അതായത് ടീത്തിൻ്റെ, അതായത് കട്ടിങ് ടൂത്ത് ഫേസ് അല്ലെങ്കിൽ കട്ടിങ് എഡ്ജിൻ്റെ ഡെപ്തിനെയാണ് നമ്മൾ ഗല്ലറ്റ് ഡെപ്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു വാക്ക് മാത്രം ഓർത്തിരിക്കുക. ഗല്ലറ്റ് ഡെപ്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഓർത്തിരിക്കുക. അതായത് ആ ടീത്തിൻ്റെ ഡെപ്ത്. ഓക്കെ, അതായത് ആ കട്ടിങ് എഡ്ജിൻ്റെ ലെങ്ത് എത്രയാണോ അതിനെയാണ് നമ്മൾ ആക്ച്വലി ഈ ഗല്ലറ്റ് ഡെപ്ത് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അതേപോലെ തന്നെ വിങ്നെട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെയാണ്, ഹാക്സോയിൽ വിങ്നെട്ട് ആണ് നമ്മൾ അതിനെ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിനകത്തും ഓർത്തിരിക്കുക. ദെൻ ഡാഷ് ആർ യൂസ്ഡ് ടു കട്ട് ത്രെഡ്സ് ഓൺ എ റൗണ്ട് മെറ്റൽ ബാർ. ഇപ്പോൾ ഒരു റൗണ്ട് മെറ്റൽ ബാർ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഇപ്പോൾ ഒരു ബോൾട്ട്, ഫോർ എക്സാമ്പിൾ ആയിട്ട് ഒരു ബോൾട്ട് ഫോർമേഷന് നമ്മൾ എന്താണ് ചെയ്യുക? ഓക്കെ, ടാപ്സ്, റീമേഴ്സ്, ഡൈസ്, ഡ്രിൽസ്. ഓക്കെ, ആക്ച്വലി ഡൈസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എക്സ്റ്റേണൽ ത്രെഡ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞൊരു ബോൾട്ടാണ്. ബോൾട്ട് ആണെങ്കിൽ ഒരു സിലിണ്ടറിക് റൗണ്ട് ആയിട്ടുള്ള മെറ്റൽ ബാറിൻ്റെ ഔട്ടർ പെരിഫറിയിലാണ് ത്രെഡ് വരുന്നത്. ഓക്കെ, ബോൾട്ടിൻ്റെ ത്രെഡ് എവിടെയാണ്, പുറത്താണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസ് എന്ന് പറഞ്ഞാൽ ഡൈസ് ആണ്. ഓക്കെ,
ദെൻ വാട്ട് ഈസ് ദ യൂസ് ഓഫ് ടാപ്സ്? ഇപ്പോൾ ടാപ്സിനെ കുറിച്ച് നമ്മൾ പറയാം. ടാപ്പ് എന്ന് പറഞ്ഞാൽ എന്തിനാണ്? ഇന്റേണൽ ത്രെഡിങ്ങിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇന്റേണൽ ത്രെഡിങ്. എക്സാമ്പിളായിട്ട് നമുക്ക് വേണം പറയാം എന്താണ്? നട്ടിൻ്റെ കേസിൽ ത്രെഡ് എവിടെയാണ്? അത് നമ്മുടെ ഇതിൻ്റെ ഉള്ളിലാണ്. ഓക്കെ, ഒരു ഹോളിലാണ് നമ്മൾ അല്ലേ. അപ്പോൾ അതായത് മെറ്റലിൻ്റെ ഉള്ളിൽ ഇന്റേണൽ ആണ് വരിക. അപ്പോൾ ഇന്റേണൽ ത്രെഡിന് വേണ്ടി നമ്മൾ ടാപ്സ് യൂസ് ചെയ്യും. എക്സ്റ്റേണൽ ത്രെഡിന് വേണ്ടി ഡൈ ആണ് യൂസ് ചെയ്യുക. ദെൻ എന്താണ് ആക്ച്വലി റീമേഴ്സിൻ്റെ ഫംഗ്ഷൻ? റീമേഴ്സിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ റീമേഴ്സ് യൂസ് ചെയ്യുന്ന ഹോളിനെ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഹോൾസ് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റീമേഴ്സ് യൂസ് ചെയ്യുന്നത്. അവസാനത്തെ ഫൈൻ കട്ട്, അതായത് അതിൻ്റെ ടീത്തൊക്കെ വളരെ കുറവായിരിക്കും, ടീത്ത് ഡെപ്ത് കുറവായിരിക്കും. അപ്പോൾ ഫൈൻ കട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ വളരെ മൈന്യൂട്ട് മെറ്റൽസ് റിമൂവ് ചെയ്തുകൊണ്ട് നമുക്ക് ഹോളിനെ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റീമേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക, ഡൈസ് യൂസ് ചെയ്യുന്നത് എക്സ്റ്റേണൽ ത്രെഡിന്, റീമേഴ്സ് യൂസ് ചെയ്യുന്നത് ഹോൾ ഫിനിഷ് ചെയ്യാൻ, ടാപ്സ് യൂസ് ചെയ്യുന്നത് ഇന്റേണൽ ത്രെഡിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടാപ്സ് യൂസ് ചെയ്യുക. ദെൻ ഡ്രില്ല് എന്ന് നമുക്കറിയാം. ഡ്രില്ലിംഗ് എന്ന് പറഞ്ഞാൽ ഹോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് 1 ഇഞ്ച് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു. അപ്പോൾ അതൊരു ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് കൺവേർഷനെ ബേസ് ചെയ്തത്. നമുക്കറിയാം നോർമലി പ്രാക്ടിക്കലി ഇഞ്ച് ഫൂട്ടൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുക. പക്ഷേ SI യൂണിറ്റ് സെൻറ്റിമീറ്റർ മീറ്ററൊക്കെയാണ് നമ്മൾ SI യൂണിറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, then 1 inch is equal to 3.14 centimeter, 2.54 centimeter, 2.14 centimeter, 3.54 centimeter. ഓക്കെ, അപ്പോൾ ആക്ച്വലി ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 inch is equal to 2.54 centimeter. ഓക്കെ, അപ്പോൾ ആ ഒരു കേസ് ഓർത്തിരിക്കുക. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നിന്ന് ഒരു ചെറിയ കാര്യം കൂടെ ഒന്ന് അഡീഷണൽ ആയിട്ട് ഓർത്തിരിക്കണം. അതായത് 1 ഫൂട്ട്, ഒരടി എന്ന് പറയുന്നത് 12 ഇഞ്ചാണ്. 12 ഇഞ്ച്. ഇതും ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ഓർത്ത്, ഇഞ്ചും ഫൂട്ടൊക്കെയാണ് നമ്മുടെ ഈ ഒരു സെക്ഷനിൽ ചോദിക്കാൻ സാധ്യതയുള്ളൂ. ഓക്കെ, അപ്പോൾ ITIയിൽ കാൽക്കുലേഷൻ സയൻസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ യൂണിറ്റുമായി ബന്ധപ്പെട്ട് വരുന്നൊരു പാർട്ടാണ്. അപ്പോൾ 1 ഫൂട്ട് ഇസ് ഈക്വൽ ടു 12 ഇഞ്ച്. ഓക്കെ, 12 ഇഞ്ചാണ്. അപ്പോൾ ഇതിനകത്ത് നിന്ന് നമുക്കിങ്ങനെ പറയാം, 1 ഫൂട്ട് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 30.48 സെൻറ്റിമീറ്റർ. 30.48 സെൻറ്റിമീറ്റർ. അതും കൂടി ഒന്ന് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, അപ്പോൾ 1 ഇഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു 2.54 സെൻറ്റിമീറ്റർ ആണ്. 1 ഫൂട്ട് എന്ന് പറഞ്ഞ് 12 ഇഞ്ച് 1 ഫൂട്ട് എന്ന് പറഞ്ഞ് 12 ഇഞ്ചാണ്. അതായത് 1 ഫൂട്ട് എന്ന് പറഞ്ഞാൽ 30.48 സെൻറ്റിമീറ്റർ ആണ് അപ്രോക്സിമേറ്റ്ലി വാല്യൂ. ദെൻ ദ ബ്രേക്ക് പവർ ഓഫ് ദ എൻജിൻ ഈസ് ദ പവർ അവൈലബിൾ. അതായത് ബ്രേക്ക് പവർ എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എൻജിൻ പെർഫോമൻസ് എന്ന് പറഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് പവേഴ്സ്. ഓക്കെ, ഒന്നുള്ള എന്തായിരുന്നു? ആദ്യമേ നമ്മൾ പറഞ്ഞ ഇൻഡിക്കേറ്റഡ് പവറാണ്, പിന്നെ ഉള്ളത് ബ്രേക്ക് പവറാണ്, ദെൻ ഇതിൻ്റെ ഡിഫറൻസിനാണ് നമ്മൾ ഫ്രിക്ഷണൽ പവർ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എൻജിൻ പെർഫോമൻസ് പറഞ്ഞതാണ്. അപ്പോൾ ഈ ബ്രേക്ക് പവർ എന്ന് പറഞ്ഞ പവർ എവിടെ ഉള്ളതാണ്? ഇതിൽ ഇൻഡിക്കേറ്റഡ് പവർ എന്ന് പറയുന്നത് ആക്ച്വലി എൻജിൻ്റെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യുന്ന പവറിനെ നമ്മൾ ഇൻഡിക്കേറ്റഡ് പവർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എൻജിൻ്റെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്ത പവറിൽ നിന്നും എൻജിൻ്റെ ഷാഫ്റ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പവറിനെ നമ്മൾ ബ്രേക്ക് പവർ എന്ന് പറയുന്നു. ഓക്കെ, ഈ ബ്രേക്ക് പവറിൻ്റെയും ഇൻഡിക്കേറ്റഡ് പവറിൻ്റെ റേഷ്യോയ്ക്കാണ് നമ്മൾ ആക്ച്വലി മെക്കാനിക്കൽ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഇൻഡിക്കേറ്റഡ് പവറിൻ്റെയും ബ്രേക്ക് പവറിൻ്റെയും ഡിഫറൻസിനെയാണ് നമ്മൾ ഫ്രിക്ഷണൽ പവർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ദ ബ്രേക്ക് പവർ ഓഫ് ദ എൻജിൻ ഈസ് ദ പവർ അവൈലബിൾ അറ്റ് ദി ക്രാങ്ക് ഷാഫ്റ്റ്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രാങ്ക് ഷാഫ്റ്റിൽ അവൈലബിൾ ആയിട്ട് കിട്ടുന്ന പവറിനെയാണ് നമുക്ക് ആക്ച്വലി എന്ത് പറയുന്നത്? ബ്രേക്ക് പവർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇതിനകത്ത് ഇൻഡിക്കേറ്റഡ് പവറിൻ്റെ ഡെഫിനിഷനോട് നമുക്ക് പറഞ്ഞു വയ്ക്കാം. എന്താണ് ഇൻഡിക്കേറ്റഡ് പവറിൻ്റെ ഡെഫിനിഷൻ? അറ്റ് ദ എൻജിൻ സിലിണ്ടറിൽ അവൈലബിൾ ആയിട്ടുള്ള പവറിനെയാണ് നമുക്ക് ഇൻഡിക്കേറ്റഡ് പവർ എന്ന് പറയാൻ പറ്റുന്നത്. ഓക്കെ, സോ ദ ആൻസർ ഓഫ് ദ ക്വസ്റ്റ്യൻ ഈസ് അറ്റ് ദി ക്രാങ്ക് ഷാഫ്റ്റ്. ക്രാങ്ക് ഷാഫ്റ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പവറിനെയാണ് നമ്മൾ ബ്രേക്ക് പവർ എന്ന് പറയുന്നത്. ദെൻ ദ വാൽവ് പൊസിഷൻ ഡ്യൂറിങ് ദ പവർ സ്ട്രോക്ക് ഇൻ എ 4-stroke എൻജിൻ ഈസ്. ഓക്കെ, അപ്പോൾ 4-stroke എൻജിൻ്റെ കേസിൽ പവർ സ്ട്രോക്കിൻ്റെ ടൈമിൽ വാൽവ് പൊസിഷൻ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? അറ്റ് ദ ക്രാങ്ക് ഷാഫ്റ്റ്, ഇൻ ദ എൻജിൻ സിലിണ്ടർ, അറ്റ് ദ ക്രാങ്ക് പിൻ, അറ്റ് ദി ക്യാം ഷാഫ്റ്റ്. അപ്പോൾ 4-stroke എൻജിൻ്റെ കേസിൽ വാൽവ് പൊസിഷനിങ് കൺട്രോൾ ചെയ്യുന്ന ആരാണ്? അറ്റ് ദി ക്യാം ഷാഫ്റ്റ് ആണ് വാൽവ് പൊസിഷനിങ് കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ,
Then the function of the carburetor is to mix. ഇപ്പോൾ കാർബുറേറ്റർ എന്ന് പറയുന്നത് SI എഞ്ചിൻ്റെ അല്ലെങ്കിൽ പെട്രോൾ എഞ്ചിൻ്റെ ഒരു പാർട്ടാണ്. അതിൻ്റെ ഫംഗ്ഷൻ മിക്സ് ദ എയർ ആൻഡ് ഡീസൽ ആൻഡ് ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ, എയർ ആൻഡ് പെട്രോൾ ആൻഡ് ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ. The function of the carburetor is to mix air and petrol. എയറിനെയും പെട്രോളിനെയും മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാർബുറേറ്റർ യൂസ് ചെയ്യുന്നത്. കാർബുറേറ്റർ പെട്രോൾ എഞ്ചിനിൽ മാത്രമുള്ള ഒരു കമ്പോണൻ്റ് ആണ്. അതേപോലെ തന്നെ പെട്രോൾ എഞ്ചിൻ അല്ലെങ്കിൽ SI എഞ്ചിൻ്റെ മാത്രമായിട്ടുള്ള കമ്പോണൻ്റ് ആണ് കാർബുറേറ്റർ എന്ന് പറയുന്നത്. അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എയറിനെയും പെട്രോളിനെയും മിക്സ് ചെയ്യുക എന്നുള്ളതാണ്. Then the purpose of fins cast around the cylinders and the cylinder head is to. അപ്പോൾ അതായത് എൻജിൻ്റെ ചുറ്റിനും ഫിന്ന്, അതായത് നമുക്ക് ഈ ബൈക്കൊക്കെ നോക്കിയാൽ ബൈക്കിൻ്റെ എൻജിൻ്റെ ചുറ്റിനും ഇങ്ങനെ കുറേ പ്രൊജക്ഷൻസ് ഉണ്ടാവും. ഓക്കെ, ഈ പ്രൊജക്ഷൻസിനെയാണ് നമ്മൾ ആക്ച്വലി ഫിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഫിൻ എന്ന് പറഞ്ഞാൽ എന്തിനാണ്? എയർ കൂളിങ്ങിന് വേണ്ടിയിട്ടാണ്, സർഫസ് ഏരിയ കൂട്ടാൻ വേണ്ടിയിട്ട്, കൂളിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സോ ദ ക്വസ്റ്റ്യൻ ഈസ് പർപ്പസ് ഓഫ് ദ ഫിൻ കാസ്റ്റ് അറൌണ്ട് ദ സിലിണ്ടേഴ്സ് ആൻഡ് സിലിണ്ടർ ഹെഡ് ഈസ് ടു reinforce the cylinders, cool the engine, overcome the vibration, make good appearance. അപ്പോൾ ആക്ച്വലി എന്തിനു വേണ്ടിയിട്ടാണ്? എൻജിനെ കൂൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫിൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, എയർ കൂളിങ്ങിന് വേണ്ടിയിട്ടാണ് ഫിൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫിൻസ് കൊടുക്കുമ്പോൾ സർഫസ് ഏരിയ കൂടും, അപ്പോൾ കൂടുതൽ ഹീറ്റ് ഈ സർഫസ് എയറുമായിട്ട് കോണ്ടാക്റ്റ് വരും. അങ്ങനെ എയറിലേക്ക് പ്രോപ്പറായിട്ട് ഹീറ്റ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, അറ്റ്മോസ്ഫിയറിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. In a 4-stroke diesel engine, during the suction stroke, the charge consists of. ഓക്കെ, അപ്പോൾ സക്ഷൻ സ്ട്രോക്കിൽ ഡീസൽ എഞ്ചിനിലേക്ക് വരുന്നത് എന്താണ്? ഓക്കെ, എയർ ഒള്ളി, ഫ്യൂവൽ ആൻഡ് എയർ, ഫ്യൂവൽ എയർ ആൻഡ് ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ. ഓക്കെ, ഡീസൽ എഞ്ചിനാണ്. ഡീസൽ എഞ്ചിൻ്റെ കേസിൽ എയർ മാത്രമാണ് സക്ഷൻ സ്ട്രോക്കിൽ സിലിണ്ടറിലേക്ക് വരുന്നത്. ഓക്കെ, പെട്രോൾ എഞ്ചിനാണെങ്കിൽ പെട്രോളിൻ്റെ എയറിൻ്റെയും കൂടെ മിക്സറാണ് സക്ഷൻ സ്ട്രോക്കിൽ വരുന്നത്. ഓക്കെ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. The process of removing burned gas from the combustion chamber of the engine cylinder is detonation, working stroke, knocking, scavenging. ഓക്കെ, അപ്പോൾ അതായത് എൻജിൻ്റെ ഉള്ളിൽ ബേൺ ചെയ്തിട്ടുള്ള എക്സോസ്റ്റ് ഗ്യാസിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സ് നമ്മൾ പറയുന്ന പേരാണ് സ്കാവഞ്ചിങ്. ഓക്കെ, സ്കാവഞ്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സോസ്റ്റ് ഗ്യാസിനെ നമ്മൾ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ്. ഓക്കെ, അപ്പോൾ ഈ സ്കാവഞ്ചിങ് ആക്ച്വലി 2-stroke എഞ്ചിനിലും 4-stroke എഞ്ചിനിലും ഉണ്ട്. ബട്ട് നമ്മൾ മെയിൻലി പറയുന്നത് 2-stroke എഞ്ചിനിലാണ്. ഓക്കെ, അതായത് ഫ്രഷ് ചാർജിനെ അഡ്മിറ്റ് ചെയ്യുന്ന സമയം കൊണ്ട്, അതായത് ഫ്രഷ് ചാർജിൻ്റെ ഹൈ ഡെൻസിറ്റി ഫ്രഷ് ചാർജിനെ അഡ്മിറ്റ് ചെയ്യുന്ന ആ ഒരു എഫക്റ്റ് കൊണ്ട് അല്ലെങ്കിൽ ഡെൻസിറ്റി ഡിഫറൻസ് കൊണ്ട് ഈ എക്സോസ്റ്റ് ഗ്യാസിനെ റിമൂവ് ചെയ്യുന്നതിനാണ് നമ്മൾ ആക്ച്വലി സ്കാവഞ്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് 2-stroke എഞ്ചിനിലും 4-stroke എഞ്ചിനിലും സ്കാവഞ്ചിങ് നടക്കാറുണ്ട്. ഓക്കെ, ദെൻ ഈ ഡിറ്റോണേഷൻ നോക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിറ്റോണേഷൻ അല്ലെങ്കിൽ നോക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എഞ്ചിനിലുണ്ടാവുന്ന വൈബ്രേറ്ററി മോഷനാണ്. അതായത് അൺവാണ്ടഡ് എക്സ്പ്ലോഷൻ ഇൻ അൺവാണ്ടഡ് ടൈം. അതിനാണ് നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് നോക്കിംഗ് അല്ലെങ്കിൽ ഡിറ്റോണേഷൻ എന്ന് പറയാം. ഓക്കെ, അതായത് റാൻഡമായിട്ട് നമുക്കറിയാം ആക്ച്വലി ഒരു എഞ്ചിനിൽ എപ്പോഴാണ് പവർ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എപ്പോഴാണ് ഫ്യൂവൽ ബേൺ ചെയ്യേണ്ടത്? പവർ സ്ട്രോക്കിൻ്റെ ടൈമിൽ മാത്രമാണ്. ഓക്കെ, ബാക്കി 4 സ്ട്രോക്കിലും ബാക്കി 3 സ്ട്രോക്കിലും ഈ എക്സ്പ്ലോഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, ഇനി ഇൻ കേസ് ഈ ചാർജിൻ്റെയൊക്കെ ഡെൻസിറ്റി വളരെ കൂടുതലാണ്, അതായത് കൂടുതൽ അൺബേൺഡ് പവർ സ്ട്രോക്കിൻ്റെ സമയത്ത് ബേൺ ചെയ്യാത്ത ഫ്യൂവലൊക്കെ നമ്മുടെ എൻജിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ അത് ചിലപ്പോൾ എക്സ്പാൻഷൻ്റെ ടൈമിലോ അല്ലെങ്കിൽ കംപ്രഷൻ്റെ ടൈമിലോ സക്ഷൻ്റെ ടൈമിലോ ഒക്കെ ബേൺ ചെയ്ത് എക്സ്പ്ലോഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന അൺവാണ്ടഡ് എക്സ്പ്ലോഷൻ ഇൻ അൺവാണ്ടഡ് ടൈം, അതിനാണ് നമ്മൾ ആക്ച്വലി ഡിറ്റോണേഷൻ ഓർ നോക്കിംഗ് ഓഫ് എഞ്ചിൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് എഞ്ചിനിൽ ഹൈ നോയ്സ് പ്രൊഡ്യൂസ് ചെയ്യും, അതേപോലെ തന്നെ വൈബ്രേഷനും പ്രൊഡ്യൂസ് ചെയ്യും. Transmits the rotation despite the change angle of the propeller shaft. അപ്പോൾ പ്രൊപ്പലർ ഷാഫ്റ്റിൻ്റെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ പ്രൊപ്പലർ ഷാഫ്റ്റിൻ്റെ ആംഗിൾ ചേഞ്ച് ചെയ്യാൻ സഹായിക്കുന്ന പാർട്ട് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഫ്ലൂയിഡ് കപ്ലിംഗ്, യൂണിവേഴ്സൽ ജോയിൻറ്റ്, ഫ്ലാഞ്ച് കപ്ലിംഗ്, ക്വാർട്ടർ ജോയിൻറ്റ്. ഓക്കെ, അപ്പോൾ അതായത് ഡിഫറെൻറ്റ് ആംഗിൾസിലേക്ക് റൊട്ടേഷണൽ എനർജി ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ജോയിൻ്റ് ആണ് യൂണിവേഴ്സൽ ജോയിൻറ്റ്. ഓക്കെ,
അപ്പോൾ ആ കൂടെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കുന്ന മറ്റൊരു ജോയിൻ്റ് ആണ് സ്ലിപ്പ് ജോയിൻറ്റ്. ഓക്കെ, പ്രൊപ്പല്ലർ ഷാഫ്റ്റിനെ ഡിഫറെൻറ്റ് ആംഗിൾ റൊട്ടേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന യൂണിവേഴ്സൽ ജോയിൻ്റ് ആണെങ്കിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ തന്നെ പ്രൊപ്പല്ലർ ഷാഫ്റ്റിൻ്റെ ലെങ്തിനെയും കൂടെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു ജോയിൻ്റ് ആണ് ആക്ച്വലി എന്ത് ഈ നമ്മുടെ സ്ലിപ്പ് ജോയിൻ്റ് എന്ന് പറയുന്നത്. സ്ലിപ്പ് ജോയിൻ്റ് ആക്ച്വലി എന്താ ചെയ്യുന്നത്, പ്രൊപ്പല്ലർ ഷാഫ്റ്റിൻ്റെ ലെങ്ത് ഹമ്പൊക്കെ വരുമ്പോൾ ഈ പ്രൊപ്പല്ലർ ഷാഫ്റ്റ് ഒന്ന് എലോങ്ങേറ്റ് ചെയ്യുകയോ കോൺട്രാക്ട് ചെയ്യുകയോ ഒക്കെ വരുന്നത്, ലെങ്ത് റെഡ്യൂസ് ചെയ്യും ഇൻക്രീസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ആ സമയത്ത് പ്രൊപ്പല്ലർ ഷാഫ്റ്റിൻ്റെ ലെങ്ത് അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് സ്ലിപ്പ് ജോയിൻ്റ് നമ്മൾ യൂസ് ചെയ്യും. പർട്ടിക്കുലർ ഏത് ആംഗിളിൽ വേണമെങ്കിലും പവർ റൊട്ടേഷണൽ എനർജി ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സൽ ജോയിൻ്റ് നമ്മൾ യൂസ് ചെയ്യുന്നു. The tool used to install the piston with the rings in the cylinder. ഓക്കെ, അപ്പോൾ പിസ്റ്റൺ റിങ്സിനെ സിലിണ്ടറിലേക്ക് വെക്കാൻ അല്ലെങ്കിൽ അതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടൂളാണ് ചോദിക്കുന്നത്. പിസ്റ്റൺ റിംഗ് കംപ്രസർ, പുള്ളേഴ്സ്, പിസ്റ്റൺ റിംഗ് ടൂൾ, ജോഗ്ലിംഗ് ടൂൾ. ഓക്കെ, അപ്പോൾ ഇവിടെ ആക്ച്വലി ആൻസർ ആയിട്ട് വരുന്നത് PSC ആൻസർ കീ ഒക്കെ അവർ കളഞ്ഞു. അതിനകത്ത് ആൻസർ ആയിട്ട് വരുന്നത് പിസ്റ്റൺ റിംഗ് കംപ്രസർ എന്ന് പറഞ്ഞ ടൂളാണ് ആക്ച്വലി ഈ പിസ്റ്റൺ റിങ്ങിനെ ഇൻസ്റ്റാളേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം നോർമലി 3 പിസ്റ്റൺ റിങ്സ് ഉണ്ട്, 2 കമ്പസ്റ്റൻ റിങ്ങുകളും ഒരു ഓയിൽ റിങ്ങും ആണ് ഒരു മിനിമം ഒരു എഞ്ചിനിൽ ഉണ്ടാവേണ്ടത്. ഓക്കെ, അപ്പോൾ അതിനെ പിസ്റ്റൺ റിങ്സ് നോർമലി ഉണ്ടാക്കിയിരിക്കുന്നത് കാസ്റ്റ് അയൺ യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പിസ്റ്റൺ റിങ്ങിനെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് പിസ്റ്റൺ റിംഗ് കംപ്രസർ എന്ന് പറഞ്ഞ ടൂൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പിസ്റ്റൺ റിങ്ങിനെ ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, ഇൻ എ 4-stroke engine, the working cycle is completed in dashed revolutions of crankshaft. ഓക്കെ, 4-stroke എഞ്ചിൻ്റെ കേസിൽ ഒരു വർക്കിംഗ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രാങ്ക് ഷാഫ്റ്റ് എത്ര തവണ റൊട്ടേറ്റ് ചെയ്യണം? ക്രാങ്ക് ഷാഫ്റ്റ് 2 തവണയാണ് റൊട്ടേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, 2, 4, 1, 3. സോ ദ ആൻസർ ഈസ് 2 revolution. 4-stroke എഞ്ചിൻ ആണെങ്കിൽ ക്രാങ്ക് ഷാഫ്റ്റ് 2 തവണ ക്രാങ്ക് ഷാഫ്റ്റ് 2 തവണ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഒരു വർക്കിംഗ് സൈക്കിൾ കംപ്ലീറ്റ് ആവും. 2-stroke എഞ്ചിൻ ആണെങ്കിൽ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഒരു റെവല്യൂഷനിൽ തന്നെ ഒരു വർക്കിംഗ് സൈക്കിള് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, ദെൻ ദ തിയററ്റിക്കലി കറക്റ്റ് എയർ ഫ്യൂൽ റേഷ്യോ ഓഫ് SI എഞ്ചിൻ. SI എഞ്ചിൻ എന്ന് പറഞ്ഞാൽ പെട്രോൾ എഞ്ചിനാണ്. പെട്രോൾ എഞ്ചിനിൽ കറക്റ്റ് തിയററ്റിക്കൽ എയർ ഫ്യൂൽ റേഷ്യോ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5:1, 20:1, 25:1, 15:1. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് അറിയാവുന്ന ആൻസർ ആണ്, ദാറ്റ് ഈസ് 15:1. ഓക്കെ, എക്സാക്ട് ആൻസർ എന്ന് പറഞ്ഞാൽ 14.7:1. ഓക്കെ, അതിനാണ് നമ്മൾ സ്റ്റോഷിയോമെട്രിക് എയർ ഫ്യൂൽ റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റോഷിയോമെട്രിക് റേഷ്യോ ഓഫ് SI എഞ്ചിൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ആംഗിൾ മെഷറിംഗ് ഡിവൈസ്? താഴെ പറയുന്നതിൽ ആംഗിൾ മെഷറിംഗ് ഡിവൈസ് ഏതാണ്? സ്പിരിറ്റ് ലെവൽ, ഡിവൈഡർ, സൈൻ ബാർ, വെർനിയർ കാലിപ്പർ. ഓക്കെ, സ്പിരിറ്റ് ലെവൽ നമ്മൾ ആക്ച്വലി നോക്കുന്നത് ഹൊറിസോണ്ടാലിറ്റി അല്ലെങ്കിൽ പ്ലെയിൻ സർഫസ് ആണോന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്പിരിറ്റ് ലെവൽ നമ്മൾ നോക്കുന്നത്. ഡിവൈഡർ നമ്മൾ ഡയമെൻഷൻസ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിവൈഡർ യൂസ് ചെയ്യുന്നത്. ആക്ച്വലി സൈൻ ബാർ ആണ് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? ആംഗിൾ മെഷർമെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് ആക്ച്വലി സൈൻ ബാർ. വെർനിയർ കാലിപ്പർ നമുക്കറിയാം ലെങ്ത് മെഷർമെൻറ്റിനാണ്. ഓക്കെ, ഡയമെൻഷൻ ലെങ്ത് മെഷർമെൻറ്റിനാണ് ആക്ച്വലി വെർനിയർ കാലിപ്പർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആംഗിൾ മെഷർമെൻറ്റ് യൂസ് ചെയ്യുന്ന ഡിവൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ ബാർ ആണ്. ഓക്കെ, ദെൻ ഓഡോമീറ്റർ ഈസ് യൂസ്ഡ് ടു മെഷർ. ഓഡോമീറ്ററിൻ്റെ അപ്ലിക്കേഷൻ വെലോസിറ്റി, ഡിസ്റ്റൻസ്, ഫ്ലോ റേറ്റ്, സ്പീഡ്. ഓഡോമീറ്റർ ആക്ച്വലി എന്തിനു വേണ്ടിയാണ്? ഡിസ്റ്റൻസ് മെഷർമെൻറ്റിന് യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് ആക്ച്വലി ഓഡോമീറ്റർ എന്ന് പറയുന്നത്. ഫ്ലോ റേറ്റിന് ഏതായിരിക്കും? റോട്ടാമീറ്റർ. ഓക്കെ, അപ്പോൾ ആക്ച്വലി ഫ്ലോ റേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് നോർമലി റോട്ടാമീറ്റർ. ഓക്കെ, ദെൻ ദ ഫ്യൂവൽ ലെവൽ ഇൻ എ കാർ ഈസ് മെഷേർഡ് ബൈ. അപ്പോൾ കാറിലുള്ള ഫ്യൂവൽ ലെവൽ മെഷർ ചെയ്യുന്ന ഏത് മെത്തേഡാണ്? ഫ്ലോട്ട് മെത്തേഡ്, ഡിപ്സ്റ്റിക്, ഇലക്ട്രോണിക് ട്രാൻസ്ഡ്യൂസർ, റോട്ടാമീറ്റർ. അപ്പോൾ ഇതിൽ ഫ്ലോട്ട് മെത്തേഡാണ്. ഫ്ലോട്ട് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് കാറിലെ ഫ്യൂവൽ ലെവൽ നമ്മൾ തിരിച്ചറിയുന്നത്. ഓക്കെ, ഈ ഡിപ്സ്റ്റിക് നമ്മൾ വേറെ എന്തിനോ കാര്യത്തിന് പറഞ്ഞിരുന്നു. ഡിപ്സ്റ്റിക് ആക്ച്വലി ഓയിൽ ലെവൽ അറിയാൻ വേണ്ടിയിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ കേസ് റോട്ടാമീറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്ലോ മെഷർമെൻറ്റ്, ഫ്ലോ റേറ്റ് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റോട്ടാമീറ്റർ നോർമലി യൂസ് ചെയ്യുക. അപ്പോൾ ഇതിൽ ഫ്യൂവൽ ലെവൽ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഫ്ലോട്ട് മെത്തേഡാണ്. ദെൻ 1 micron ഈസ് ഈക്വൽ ടു 0.1 mm, 0.01 mm, 0.001 mm,
0.0001 mm. ഓക്കെ, അപ്പോൾ മൈക്രോൺ എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് നമ്മൾ ചോദിക്കുന്നത്. ഓക്കെ, മൈക്രോൺ എന്ന് പറഞ്ഞാൽ 10⁻⁻6 മീറ്റർ, മൈക്രോൺ മീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ 10⁻⁻6 നമ്മൾ ആക്ച്വലി മൈക്രോൺ എന്ന് പറയാം. ഓക്കെ, അത് എത്ര മില്ലിമീറ്റർ ആയിരിക്കും? ഓക്കെ, 10⁻³ മീറ്റർ ആണ്, 10⁻³ മീറ്റർ ആണ് ഒരു മില്ലിമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനകത്ത് നിന്ന് പറയാം 1 മൈക്രോൺ ഈസ് ഈക്വൽ ടു 10⁻³ mm. ഓക്കെ, ബട്ട് 1 മൈക്രോൺ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിങ്ങനെ പറയാം, ആക്ച്വലി 1 mm എന്ന് പറഞ്ഞാൽ 10⁻³ മീറ്റർ ആണ്. ഓക്കെ, അതേപോലെ തന്നെ 1 മൈക്രോൺ എന്ന് പറയുന്നത് 10⁻⁻6 മീറ്റർ ആണ്. 1 മൈക്രോൺ. ഓക്കെ, മൈക്രോമീറ്റർ, 1 മൈക്രോമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻⁻6 മീറ്റർ ആണ്. അപ്പോൾ അതിനകത്ത് നിന്ന് നമുക്ക് പറയാം 1 മൈക്രോമീറ്റർ ഈസ് ഈക്വൽ ടു 10⁻³ mm. ഓക്കെ, അപ്പോൾ 10⁻³ mm എന്ന് പറയുന്നത് എന്താണ്? 0.001 mm. സോ ദ ആൻസർ ഈസ് സി. 1 മൈക്രോമീറ്റർ ഈസ് ഈക്വൽ ടു 0.001 mm. അപ്പോൾ നമ്മൾ 2010/2007 ക്വസ്റ്റ്യൻ കോഡിലുള്ള മെക്കാനിക്കലിൻ്റെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് 2 വീഡിയോസായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, താങ്ക് യു സോ മച്ച്.